എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ചില നാളുകൾക്ക് ശേഷം, ഏകദേശം 4 ആഴ്ചകൾക്ക് ശേഷമാണ് വീണ്ടും എഫേസ്യ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത്. നമ്മുടെ ആദ്യത്തെ ആഴ്ചയിൽ നാം ചിന്തിച്ചു എഫേസ്യ ലേഖനം ആർക്കെഴുതി, എങ്ങനെ എഴുതി, എന്തായിരുന്നു അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ ആയിരുന്നു നാം ആദ്യത്തെ ആഴ്ചയിൽ നാം നടത്തുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നാം 1-2 വാക്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവജനത്തിന് എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൻ്റെ ആ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനെ പറ്റി നാം പറയുവാൻ തക്കൊണ്ട് ഓടിയായിത്തീർന്നു. സോ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ കോള് ദൈവമായിരുന്നു നൽകിയത്, പൗലോസിനെ വിളിച്ചത് കർത്താവാണ് വിളിച്ച് അവൻ്റെ വേലയ്ക്ക് ആക്കിയത് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ പറയുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അപ്പോസ്തോൽ എന്ന വാക്കിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നിരിക്കുന്നു. സോ ഇന്ന് നാം വായിക്കുന്നത് ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു വാക്യത്തിൽ നിന്ന് വളരെയധികം പ്രസംഗങ്ങളും വളരെയധികം ദൂതുകളും ആലോചനകളും ഒക്കെ നാം കേട്ടിട്ടുണ്ട്, അല്ലേ? ആത്മീക അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം നാം ദൂതുകൾ, പഴയ നിയമത്തിലുള്ള അനുഗ്രഹങ്ങൾ, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ, ഇസ്ഹാക്കിൻ്റെ മേൽ ദൈവം പകർന്ന അനുഗ്രഹങ്ങൾ, ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ശലോമോനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് നാം ആത്മീക അനുഗ്രഹങ്ങളെ നാം കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. സോ അതൊന്നുമല്ല ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ വാചകത്തിൽ പൗലോസ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം എഫേസ്യ ലേഖനത്തിനകത്ത് 6 അധ്യായങ്ങളുണ്ട്. നാം പറഞ്ഞായിരുന്നു ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫേസ്യ ലേഖനത്തെ പറയുവാൻ തക്കൊണ്ട് ഇടയായിരുന്നത്. ഇന്നലെ വന്ന ആളുകൾ ദേവദാസൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഈ ലേഖനത്തിന് ഒരു കാര്യം കൂടെ ആണ് ഇതിനകത്ത് മെയിൻ പ്രതിപാദ്യ വിഷയം എന്ന്, മെയിൻ തീമെന്ന് ഇന്നലെ ദേവദാസൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പറയാം. പാസങ്ങൾ പറയരുത്, കേട്ടില്ല. നീതീകരണം. പിന്നെന്തായിരുന്നു? അടുത്ത പോരട്ടെ. അത് ഏത് അധ്യായമാണെന്നും കൂടെ പറയണം. ഓക്കെ, നീതീകരണം എവിടെയായിരുന്നു? റോമലാണ്. റോമർ നീതീകരണം അല്ല, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനം, എഫേസ്യ ലേഖനം, 3-ാമത്തെ ഏതായിരുന്നു? തെസ്സലോനിക്ക ലേഖനം. ഇതൊന്നും മറന്നു പോകരുത്. ഇതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് മേക്ക് ഷ്യൂർ നിങ്ങളൊന്ന് ഒരു പേപ്പറൊക്കെ എടുത്തൊന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല, ഒരു നോട്ടൊക്കെ എടുത്തിട്ട് എയർപ്ലെയിനോ മോഡൊക്കെ ഇട്ടിട്ട് എഴുതി വെക്കുക. കാരണം നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല. വചനം പഠിക്കുന്നത് നമ്മൾക്ക് ആനന്ദമാണ്. അത് നമ്മുടെ ആത്മീക മനുഷ്യന് വളരെ ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകാൻ തക്കണം ഇടയാകരുതെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സോ നമ്മൾ പറഞ്ഞായിരുന്നു എഫേസ്യ ലേഖനത്തിനകത്ത് എന്താണ് മെയിൻ പ്രതിപാദ്യ, മെയിൻ തീം എന്താണ്? വിശുദ്ധീകരണം, ഹോളിനെസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് കൂടുതലായി പറയാൻ തക്കൊണ്ട് ഇടയായിരുന്നത്. സോ ഈ ഒരു അധ്യായങ്ങളെ, എഫേസ്യ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കുവാൻ കഴിയും. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളെ വിശ്വാസമാണ്, ബിലീഫിനെ പറ്റിയാണ് അവിടെ പറയാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. സോ ബിലീഫ് ഉണ്ട്, ഇപ്പുറത്ത് ബിഹേവിയർ. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളൊരു ടാബുലർ കോളം സെറ്റ് ചെയ്തോണം. 1 to 3 ബിലീഫ്, 4 to 6 ബിഹേവിയർ. എങ്ങനെ ഒരു വിശ്വാസി ജീവിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്, ജീവിത ശൈലിയെ പറ്റിയാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നാം കാണുന്നു സാൽവേഷൻ നമ്മളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയാണ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. 4 മുതൽ 6 വരെ അധ്യായങ്ങൾ സാൽവേഷൻ മുഖാന്തരം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയാണ് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. 3-ാമത്തെ കാര്യം, 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഡോക്ട്രിൻസ് ആണ് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള ദൈവിക തത്വങ്ങളെ പറ്റിയുള്ള തിയോളജിയൊക്കെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഡോക്ട്രിൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ നമുക്കൊരു ഡ്യൂട്ടി കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇതിനൊരു ബാലൻസ് ഉണ്ടാകണമെന്നാണ് പൗലോസ് ഈ അധ്യായങ്ങളിൽ പറയാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ നാം ചിന്തിക്കുന്നുടനെ ആദ്യം വളരെ സവിസ്തരമായിട്ടുള്ള ഡോക്ട്രിൻസും തിയോളജിയും ഒക്കെ പറഞ്ഞു. അതിൻ്റെ അവസാനം ടെയിൽ പഞ്ചായിട്ട് അദ്ദേഹം ജീവിതത്തിൽ ഇതിനെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യം കൂടെ പറയാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ഇത് കേട്ട് കേവലം ഒരു അക്കാഡമിക് നോളജിന് അപ്പുറമായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണെന്നുള്ള ബോധ്യം
ഓരോ വിശ്വാസിയെയും ഭരിച്ച് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നാം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ആത്മീക അനുഗ്രഹത്തെ പറ്റിയാണ് പഠിക്കുന്നത് എങ്കിൽ പോലും അവിടെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനും ആവശ്യമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ റിസീവിങ് മെൻറ്റാലിറ്റിയോട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്ത് 3 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലെസ്സഡ്, ബ്ലെസ്ഡ് ആൻഡ് ബ്ലെസ്സിങ്. 3 വാക്കുകളുണ്ട്. സ്വർഗത്തിലെ സകലവിധമായ ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടും. ഈ വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള വാക്കിനും ബ്ലെസ്സിങ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ബ്ലെസ്സഡ്, ബ്ലെസ്ഡ് ആൻഡ് ബ്ലെസ്സിങ്. സോ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ നാം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആത്മീക ജീവിതത്തിൽ വളർന്നു വന്നിരിക്കുന്ന ആ ഒരു ചർച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആത്മീക പാപ്പരത്വത്തിലേക്ക് പോകാൻ തക്കോണം ഇടയായി തീർന്നു. ലോകപ്രകാരം നോക്കുന്നുടനെ സമ്പത്തും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിലേക്ക്, അവൻ്റെ ഉള്ളിലേക്ക് കർത്താവ് നോക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് വളർന്നു വരാതെ ആത്മീക പാപ്പരത്വത്തിലേക്ക് പോകുമ്പോഴാണ് പൗലോസ് ഈ ചർച്ചയോട് പറയാണ്, കർത്താവ് നിങ്ങളെ ആത്മീക അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ആത്മീക പാപ്പരത്വത്തിലേക്ക് പോകുന്നതെന്നാണ് ഇവിടെ ചോദിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. സോ ബ്ലെസ്സഡ് എന്നുള്ള വാക്ക് ഇറ്റ്സ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഡിവൈൻ പേഴ്സൺ. ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സാണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം സെർമൺ ഓൺ ദ മൗണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന കാര്യമുണ്ട് അല്ലേ? എന്താണ്? ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ. അവിടെയും ഈ അനുഗ്രഹമൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ബ്ലെസ്സഡ് എന്നുള്ള, ബ്ലെസ്സഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട് എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇതും തമ്മിൽ സെയിം വാക്കാണോ? ഒരിക്കലും അല്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സഡ് എന്നുള്ള വാക്ക് നമ്മുടെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ സ്വഭാവം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ സ്വഭാവം പറയുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാറ്, അല്ലെങ്കിൽ ദൈവത്തെയാണ് ഇവിടെ കണക്ട് ചെയ്യാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. സോ ഈ വാക്യത്തെ നമുക്ക് 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. 1, ദ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്. ഇവിടെ പറഞ്ഞ എന്താണ്? സ്വർഗത്തിലെ സകലവിധമായ ഇതിൻ്റെ ഉറവിടം ആരാണ്? ദൈവമാണ്. ഈ വാക്കുകളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഈ ആത്മീക അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. നമ്മുടെ മുമ്പിൽ ഒളിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ പറ്റി അല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ആരും ചതിക്കുവാൻ ഇടയാകരുത്. നിങ്ങൾക്ക് കിട്ടുന്ന PR-ഓ കാറോ ഒന്നുമല്ല ആത്മീക അനുഗ്രഹം എന്നുള്ള കാര്യം ആദ്യം നാം ചിന്തിക്കണം. ഇതൊക്കെ പറഞ്ഞ് നമ്മെ കണ്ണ് മഞ്ഞളിപ്പിച്ചുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒത്തിരി അധികം പ്രസംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കർത്താവ് പറയാണ്, കുഞ്ഞെ, ഇതല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമൊക്കെ മാറിപ്പോയിട്ട് കർത്താവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കുമുള്ള ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കോണം ഇവിടെയായി തീർന്നിരിക്കുന്നത്. ഇന്ന് 2025 ആയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ പ്രോഗ്രസ്സിലേക്ക് നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും നമ്മെ ശാശ്വതമായി ഉള്ള കാര്യത്തിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനപ്പുറമായിട്ട് നാം ഈ ദൈവവചനവുമായിട്ട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ പറയുന്ന ആത്മീക അനുഗ്രഹങ്ങൾ ഒന്നുപോലും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ചതിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഏറ്റവും ബെറ്ററായിട്ട്, ലോകത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ നമ്മൾ സൂപ്പറായിരിക്കും. പക്ഷേ ദൈവം നോക്കുന്നുടനെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല. ഇന്ന് നാം ഒരു പാട്ട് പാടിയാന്ന്, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠ. അത് എങ്ങനെയുള്ള ആ ക്രിസ്തീയ ജീവിതത്തിലാണ് ഉണ്ടാകുന്നത്? നാം കർത്താവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ആ കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമ്മളെ ലോകം നോക്കിയിട്ട് പറയും, മോനെ, എടാ, നിന്നെപ്പോലൊരു മണ്ടൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഗലാത്യ ലേഖനത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറൊരു പാസേജ് പറഞ്ഞു, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചപ്പൊന്നും ചവറൊന്നും എണ്ണാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. സോ അതൊക്കെ നാം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ പറയും, എടാ, ഇവനെപ്പോലൊരു പൊട്ടൻ വേറെ ആരുമില്ല. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതും മണ്ടത്തരങ്ങളല്ല. സുവിശേഷത്തിന് വേണ്ടി നാം ഒത്തിരി കാര്യങ്ങൾ ഡിനൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും വെറുതെ അല്ല. കാരണം ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു പ്രത്യാശയും ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു വലിയൊരു ബ്ലെസ്സിങ്ങും കർത്താവ് നമുക്ക് നൽകുവാൻ തക്കണം ഇവിടെയായിട്ടുള്ള കാര്യം നമ്മെ ഭരിച്ചു നടത്തേണ്ടത് വളരെ അത്യാവശ്യം. സോ ദ ഫസ്റ്റ് വൺ, ദ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് ആരാണ്? ദൈവം മാത്രമാണ്. 2, ദ ഒബ്ജക്റ്റ് ഓഫ് ദ ബ്ലെസ്സിങ്. ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത്? സ്വർഗത്തിലെ സകലവിധം ആദ്യ അനുഗ്രഹം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ നമ്മെ എന്ന് പറയുമ്പോൾ? ഇതാരാണ് ഈ നാം? 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളും അല്ലെ വിശ്വസിക്കുന്നവരും ആയവർക്ക്.
ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി നാം വന്നിരിക്കുകയാണ്. നാം ഓരോ ദിവസവും നാം കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ തക്കോണം നാം പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റുന്നുണ്ടോ? ഇന്നലെ നാം കേട്ടു വിശുദ്ധിയെയും വേർപാടിനെ പറ്റിയൊക്കെ കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട ഒരു സ്റ്റാൻഡേർഡ് അല്ല ഹോളിനെസ്സിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ക്രിസ്തു വിശ്വാസിയായി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ വഴിയെ പോകാം, പക്ഷെങ്കിൽ അതിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് നാം എന്നുള്ള ബോധ്യത്തിൽ മുന്നേറുന്നവർക്ക് മാത്രമുള്ള അനുഗ്രഹങ്ങളാണ് ഈ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 6 ദിവസത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചിട്ട് സൺഡേ ആരാധനയ്ക്ക് വന്നിട്ട് കഴുകണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കർത്താവ് കഴുകിയ ക്ഷമിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള വിശുദ്ധനെ അല്ല കർത്താവ് ചേർക്കാൻ വേണ്ടി വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രൈവറ്റ് ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും ഈ ചർച്ചിൻ്റെ 4 ചുവരുകൾക്ക് അപ്പുറവും വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിനെ ഹോൾഡ് ഓൺ ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശുദ്ധൻ എന്ന് പറയുന്നത്. യോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. അവൻ പറയുന്നുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു ബോധ്യം നമ്മെ ഓരോരുത്തരെയും ഭരിച്ചു നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി നാം വന്നിരിക്കുകയാണ്. നാം ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ആ ഒഴിഞ്ഞ പാത്രങ്ങൾക്കകത്ത് വിശുദ്ധിയും വേർപാടും വിശ്വാസവും കരുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നാം ഇന്ന് പകൽക്കാലം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, സഭയെ, നാം വിശുദ്ധിയും വേർപാടും വിശ്വാസവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ആത്മീക അനുഗ്രഹങ്ങൾക്ക് നാം യോഗ്യരല്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. ഹല്ലേലൂയ. ആത്മീക പാപ്പരത്വം നടക്കുന്നത് എഫെസോസിലുള്ള സഭയിലാണ്, ശരിയാണ്. അത് നമ്മൾക്കും ബാധകമാണ്. ആത്മീക പാപ്പരത്വം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. വിശ്വാസി എന്നുള്ള പേരുണ്ട്, പക്ഷേ കാർണൽ ക്രിസ്ത്യൻസ് ആണ്. എന്താണ്? ജഡമുണ്ട്, വിശുദ്ധിയുമുണ്ട്. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനിയെ കർത്താവിന് ആവശ്യമില്ല. ഹല്ലേലൂയ. ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ അതുപോലെ ക്രൂശിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഹാങ്കറിൽ തൂക്കാനല്ല പറഞ്ഞേക്കുന്നത്. അതിൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വിശുദ്ധനെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നത്. ആ ഒരു ബോധ്യം നമ്മെ ഭരിച്ച് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കോണം നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നാം ഒന്ന് ചെക്ക് ചെയ്യണം. വിശ്വാസമുണ്ടോ, വിശുദ്ധിയുണ്ടോ, വേർപാടുണ്ടോ, നാം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. കൈയടിക്കുന്നവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്ന് ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നവരെ അല്ല കർത്താവ് ചേർക്കാൻ വരുന്നത്. വിശുദ്ധിയോടും ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക കന്യകയെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നത്. ആ ഒരു ബോധ്യം, ആ ഒരു പ്രത്യാശ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടിയല്ലേ അവൻ പങ്കപ്പാടുകൾ വഹിച്ചത്. നമ്മെ ഓരോരുത്തരെയും അവൻ ഓർത്തുകൊണ്ട് ആ കഷ്ടതകൾ സഹിച്ചു എന്നുണ്ടെങ്കിൽ കർത്താവിനെ ആ സ്നേഹത്തിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞിരുന്നു കൊണ്ട്, കർത്താവേ, എൻ്റെ ഉള്ളിലെ കുറവുകൾ വന്നുപോയി കർത്താവേ, ഞാൻ അങ്ങയിൽ നിന്ന് അകന്നുപോയി കർത്താവേ, ആത്മീക പാപ്പരത്വത്തിലേക്ക് ഞാൻ പോയി കർത്താവേ, അങ്ങനെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോയി കർത്താവേ, എന്നെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തോട് ആ ക്രൂശിനോട് ഒന്നുകൂടെ ചേർത്ത് കർത്താവെ എന്നെ പണിയപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ പണിയുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല. അനുദപിച്ച് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ മക്കളെ പോലെ ചേർത്ത് നിർത്തുവാൻ തക്കമുള്ള ആ ഒരു ഹൃദയമുള്ള ഒരു ഓപ്പൺ ഹാർട്ടുള്ള ഒരു പിതാവാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകലവിധമായ അനുഗ്രഹങ്ങളും സോഴ്സ് കർത്താവ് മാത്രമാണ്. നമുക്ക് നൽകുവാൻ തക്കവണ്ണമാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സോ വി മസ്റ്റ് പ്രിപ്പയർ ourselves to receive this blessing. ഹല്ലേലൂയ. ഈ ഒരുക്കമില്ലെന്നുണ്ടെങ്കിൽ, ഒരുക്കമാണ് മുമ്പേ പറഞ്ഞത്, വിശുദ്ധിയും വേർപാടും നിർമ്മലതയും ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയരുത് കർത്താവിനെ അനുഗ്രഹിക്കുന്നില്ല, കർത്താവിൻ്റെ ആത്മിക അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ലെന്ന് ഉള്ളൊരു പിറുപിറുപ്പിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. നമുക്ക് ഇസ്രായേൽ മക്കളുടെ ലൈഫിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടും അവർക്കൊരു പിറുപിറുപ്പ് അവരുടെ ഉള്ളിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. പല വിശ്വാസികളും അങ്ങനെയാണ്. എത്ര കർത്താവ് അനുഗ്രഹിച്ചാലും, ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, കർത്താവ് സമാധാനത്താൽ നമ്മൾ നിറച്ചാലും പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? കർത്താവ് വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പിന്നെ വിശ്വസിക്കണോ വേണ്ടയോ? കർത്താവ് പ്രവർത്തിക്കുമോ? ഇതൊക്കെ ആത്മീക അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളാണ്. ഹല്ലേലൂയ. സോ മേക്ക് ഷുവർ യു റെക്കൺസൈൽ യുവർ ഹാർട്ട് ബിഫോർ ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചേർന്ന് വരുമ്പോൾ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദി ബ്ലെസ്സിങ് ഈസ് us, the believers
who have faith and who are saints in his presence. ഹല്ലേലൂയ. 3, എന്താണ് ആത്മീക അനുഗ്രഹം? എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാണ് പറയുന്നത്. ഈ ആത്മീക അനുഗ്രഹങ്ങളെ പറ്റിയാണ് 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്യാൻ തക്കോടിയായി തീർന്നിരിക്കുന്നത്. ഇത് എല്ലാം ഇന്ന് പറഞ്ഞു തീർക്കുവാൻ പറ്റത്തില്ല. നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. 4-ാമത്തെ കാര്യം, ദ ലൊക്കേഷൻ ഓഫ് ദി ബ്ലെസ്സിങ്. എവിടെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്? ദി ഹെവൻലി പ്ലേസസ്. ഹല്ലേലൂയ. നമ്മെ അവൻ്റെ സന്നിധിയിൽ ചേർക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇന്ന് പല പ്രസംഗങ്ങളിനകത്തും നമ്മുടെ ഹൃദയങ്ങളെ ലോകത്തോട് ചേർത്ത് നിർത്തുന്ന പ്രസംഗങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആഗ്രഹം, മോനെ ഇതൊക്കെ വിട്ടിട്ട് നീ അവിടെ പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ ഹൃദയങ്ങളും മനസ്സുകളും നമ്മുടെ റൂട്ട്സൊക്കെ ആഴ്ത്തി ഇറക്കുവാൻ നാം ആഗ്രഹിക്കുന്ന ഇനി എന്താണ് നമ്മുടെ മെൻറ്റാലിറ്റി? ഹല്ലേലൂയ. സോ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹത്തിന് വേണ്ടി നാം ഒരുങ്ങുക. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, ദ ഏജന്റ് ഓഫ് ദ ബ്ലെസ്സിങ്. ഹൂ ബ്രിങ്സ് ദ ബ്ലെസ്സിങ്? ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കോണം ഇടയാച്ചിരിക്കും. സോ ഒന്ന്, ഇത് എവിടെ നിന്നാണ്? ഹൂ ഇസ് എ സോഴ്സ്? കർത്താവാണ്, അല്ലെ ഗോഡ് ഈസ് എ സോഴ്സ്. ആൻഡ് ഹൂ ഇസ് ദ ഒബ്ജക്റ്റ്? We, the believers, are the objects of his blessing. And what are the blessings? Everything spiritual, nothing material, everything spiritual. And 4th one, ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിൽ, ദ ഹെവൻലി പ്ലേസസിൽ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. 5, ദ ഏജന്റ് ഓഫ് ദ ബ്ലെസ്സിങ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അത്രയും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്? എന്താണ് ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്? അനുഗ്രഹം എന്ന വാക്കിന് നാം പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നല്ല ജോലി കിട്ടുക, പുതിയ കാറ് വാങ്ങിക്കുക, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക, 5 അക്ക സംഖ്യയിൽ നിന്ന് 6 അക്ക വേണം, ഇതെല്ലാം കർത്താവ് നമുക്ക് തരും. പക്ഷെങ്കിൽ അതിൽ നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ച് പോകാൻ ഇടയാകരുത്. അതിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ ഇതിനെ നോക്കി നിൽക്കാതെ ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ട അവസ്ഥ ചിലപ്പോൾ നമുക്ക് കർത്താവ് തരും. ചില ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് നൽകും. എന്തിനു വേണ്ടിയാ? കർത്താവിനെ ഒന്നുകൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു വെച്ചിട്ട് പിന്നെ കർത്താവിനെ വേണ്ട. കർത്താവ് എപ്പോഴെങ്കിലുമൊക്കെ അടുത്ത അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ സന്നിധി വന്ന്, കർത്താവേ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഈ പരിപാടി അങ്ങ് നിർത്തണം. കർത്താവിൻ്റെ സന്നിധിയിൽ 24/7 ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിത്തിങ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് സ്പിരിച്വൽ. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. 1-ാമത്തെ ബ്ലെസ്സിങ്ങിനെ പറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേഴ്സ് 4 and 5 കാണുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത്. ഞാൻ താഴോട്ട് വായിക്കുന്നില്ല. സോ ഒന്നാമത്തെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ബീയിങ് ചോസൺ ആൻഡ് പ്രീ ഡെസ്റ്റൈൻഡ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ അനുഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ വേറെ അനുഗ്രഹത്തെ പറ്റിയൊക്കെ ഓർത്തിരുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അവൻ നമ്മെ കണ്ടു, അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇതിൽ പരമായിട്ട് എന്ത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്ന ക്രിസ്തു യേശു തൻ്റെ സ്വരൂപം മൊത്തം വിട്ടിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകുവാൻ തക്കവണ്ണം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആൻഡ് നമുക്ക് റോമാലേഖനമൊക്കെ വായിക്കുമ്പോഴത്തേക്കും നാം കാണുന്നുണ്ട്, അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നമ്മെ പുത്രന്മാരാക്കി മാറ്റി എന്നൊരു വാക്കുണ്ട്. നമ്മളെ ഏഴ്സ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. നമ്മളെ അഡോപ്റ്റ് ചെയ്തു. പുത്രനായി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഓഹരിക്കാരാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മെ അവൻ അഡോപ്റ്റ് ചെയ്തതാണ്. നാം പാപികളായിരുന്നപ്പോൾ, ഇസ്രായേൽ സംബന്ധിയോട് പൗരതയോട് സംബന്ധമൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവൻ നമ്മെ തിരഞ്ഞെടുത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം ശുദ്ധീകരിച്ച് തൻ്റെ മകൻ എന്നുള്ള ആ യോഗ്യത നമുക്ക് നൽകുവാൻ തക്കോണം ഇടയായി. ആ ഒരു അഡോപ്ഷൻ പ്രോസസ്സിൽ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് അറ്റാച്ച് ചെയ്താണ് തന്നിരിക്കുന്നത്. സോ ആ ചോസൺ എന്നുള്ള ഒറ്റ വാക്കാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. സോ 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക്
അത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്നും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അവൻ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കിയത് എന്തിനു വേണ്ടിയാണ്? നാം അവനിരുന്നത് പോലെ നമ്മെ ആക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാപം ആ ഒരു ഈഡനിൽ കടന്നിട്ട് മനുഷ്യൻ ദൈവ തേജസ് നഷ്ടമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒന്നാമത്തെ മനുഷ്യനായ ആദാമിൻ മുഖാന്തരം പാപം മനുഷ്യകുലത്തിലേക്ക് കടന്നപ്പോൾ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മുഖാന്തരം നമുക്കൊരു പാപമോചനവും ഒരു വീണ്ടെടുപ്പും നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് മുഖാന്തരം നമ്മെ അവൻ്റെ സാദൃശ്യം പോലെ റോമാലേഖനം 8-ാം അധ്യായമാകുമ്പോൾ കണ്ടു, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ വാക്യം എന്താണ്? മുൻ നിയമിച്ചിരിക്കുന്നു. റോമാലേഖനമൊക്കെ പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറന്നു പോകരുത്, വാക്യമൊക്കെ വായിക്കുക. സോ നാം അവൻ്റെ സദൃശ്യന്മാരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആൻഡ് നമ്മെ എപ്പോഴാണ് അവൻ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവൻ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ആൻഡ് ഫസ്റ്റ് വൺ, നമ്മൾ ആ ചോസൻ എന്നുള്ള വാക്കിൻ്റെ എന്താണ് ചോസൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ചോസൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവൻ തിരഞ്ഞെടുത്തു എന്നാണ് കാണുന്നത്. സോ ഗോഡ് ചോസസ് ബട്ട് ബൈ ഗോഡ്സ് സോവറിൻ ഗ്രേസ്. ദൈവത്തിൻ്റെ പരമാധികാരമുള്ള കൃപയനുസരിച്ചാണ് അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം. വാക്യങ്ങളൊന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ സെർമൺ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചേർത്ത് വെച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇന്ന് നാം കേട്ടൊരു കാര്യമുണ്ടായിരുന്നു. നാം അവനെ ചൂസ് ചെയ്തു എന്നുള്ളതല്ല, അവൻ നമ്മെ ചൂസ് ചെയ്യുവാൻ തക്കോണം, അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഹി ചോസ് അസ് ഇൻ ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി. യോഹന്നാൻ സുവിശേഷം 14:6 കാണുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ലോകത്തിൽ ഒത്തിരിയധികം മതങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ആ മതങ്ങളൊന്നും പിതാവായ ദൈവത്തിങ്കലേക്ക് ആദായപ്പെടുത്താതിരിക്കുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. അതിൽ വിശ്വസിക്കുന്ന ജോൺ 3:16 പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിക്കാൻ തക്കോണം. സോ ഹി ചോസ് അസ് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി. എവിടെ നിന്നാണ് നമ്മെ തിരഞ്ഞെടുത്തത്? 1 പത്രോസ് ലേഖനം 1:18-19 വാക്യത്തിൽ കാണുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായിരുന്നു. പണ്ടത്തെ ലൈഫും ക്രിസ്ത്യാനിയായ ശേഷം ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും അംഗീകരിച്ച ശേഷമുള്ള ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നടപ്പ്, ഈ ഒരു ചേഞ്ച് ഓവർ, ഈ ഒരു ചോസൺ ലെവലിലല്ല നാം ജീവിക്കുന്നുള്ള കാര്യം വളരെ ഭയത്തോടെ നാം അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ലൈഫിനെ ഒന്ന് അനലൈസ് ചെയ്യുവാണ്. കർത്താവേ, ആ കർത്താവിനെ ആ റഡാറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട്, കർത്താവേ, എൻ്റെ പഴയ കാലത്തിലുള്ള സ്വഭാവങ്ങൾ ഇന്ന് വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവേ, എന്നെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ആ പുത്രൻ്റെ രാജ്യത്തിന് അവകാശിയാകുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് കർത്താവ് ചെത്തി വെടിപ്പാക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര പാടുള്ള കാര്യങ്ങളാണ്. നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പാടാണ്. ആകാത്ത കൊമ്പ് ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ആ തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയും ക്രിസ്തീയ മച്യൂരിറ്റിയിലേക്ക് നാം നടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ആൻഡ് എന്താണ് ചോസൻ എന്ന വാക്കിന് മറ്റൊരർത്ഥം? ഹി ചോസ് us ഫോർ എ പർപ്പസ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ കർത്താവ് ഒന്നും തന്നെ ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരുന്നില്ല. നാം വീണ്ടും നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ ആ ഭാഗത്തിലേക്ക് വരുവാണ്. ഹി ചോസ് us ഫോർ ഹോളിനെസ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഒന്ന് ചിന്തിച്ചേ, അശുദ്ധിയിൽ കിടന്ന നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മെ ഒരു പൊസിഷനിലാക്കി വെച്ചു, മക്കളെന്ന അവകാശികളാക്കി വെച്ചു. വീണ്ടും ഇവിടെ നിന്ന് പാപത്തിലേക്ക് വീഴുവാൻ തക്കോണം ഇടയായിത്തീരരുത്. അവൻ്റെ രക്തത്തിന് നാം വില കൊടുക്കേണ്ടത്, നമ്മൾ പകരം കൊടുക്കുക, നമ്മൾ സാക്ഷ്യം പറയേണ്ടതായിട്ട്
വരുവാൻ തക്കോണോടെയായി. സോ മേക്ക് ഷുവർ യു മെയിൻറ്റെയിൻ എ ഹോളി ലൈഫ് ഇൻ ദിസ് ജനറേഷൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരായി നിൽക്കുവാൻ തക്കോണം അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോധ്യം, ആ ഒരു ഭയം നമ്മെ എപ്പോഴും ഭരിച്ചു നടത്തേണ്ടത് വളരെ അത്യാവശ്യം. സോ ഹി ചോസസ് ഫോർ ഹോളിനെസ്. വിശുദ്ധിക്ക് വേണ്ടി അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി. 1 പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, വി ആർ സെറ്റ് അപ്പാർട്ട് ടു ലീവ് ദാറ്റ് റിഫ്ലെക്ട്സ് ഹിസ് റൈറ്റ്സ്. അവൻ്റെ നീതി റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കോണം അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കണം. ഞാൻ ഒരു വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് നിങ്ങൾ തന്നെത്താനെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എവിടെയാണ് ഈ ഒരു ചോയ്സിൽ, ഈ എന്നെ ചൂസ് ചെയ്തു എന്നുള്ളതിൽ ഞാൻ എവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യം നാം ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫൈനൽ പോയിന്റ്, വി ആർ കോൾഡ് ടു ലിവ് ഇൻ ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുവാനും വിശ്വസ്തരായി നിൽക്കുവാൻ തക്കവണ്ണമാണ് നമ്മെ അവൻ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശുദ്ധരും സെയിൻസായിട്ടും വേർപാടോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അവൻ്റെ കൽപ്പനകളും അവൻ്റെ ചട്ടങ്ങളും പ്രമാണിക്കുവാനുള്ള ഒരു ആഗ്രഹം, ഒരു ഇൻക്ലിനേഷൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. സോ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നമ്മുടെ കാലുകളെ വിലക്കുവാനും നടക്കുവാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് നാം എവിടെയൊക്കെയോ മാറിപ്പോയെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് ഡിറക്റ്റ് ചെയ്യുമ്പോൾ, അങ്ങ് പോകുവാൻ പറയുമ്പോൾ പോകുവാനും, അങ്ങ് നിൽക്കുവാനും പറയുമ്പോൾ നിൽക്കുവാനുമുള്ളൊരു ഓപ്പൺനെസ് എൻ്റെ ഹൃദയത്തിൽ നൽകണം കർത്താവ്. ഹല്ലേലൂയ. സോ ഇതായിരിക്കണം അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ഹി ചോസസ്. ഞാൻ പറഞ്ഞു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമായി തീർന്നു എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നാം മുമ്പേ പറഞ്ഞു. ഹി ചോസസ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. ലോകമുണ്ടാകുന്നതിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമായി തീർന്നു. രണ്ട്, ഹി ചോസസ് ത്രൂ ദി ഗോസ്പൽ. സുവിശേഷം കൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 2 തെസ്സലോനിക്കർ 2:1 നാം ആ വാക്യം കാണും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനല്ല അവൻ ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങൾക്ക് രക്ഷയ്ക്ക് വിളിച്ചത്. സോ ഹി കോൾഡ് us ത്രൂ ദി ഗോസ്പൽ. സുവിശേഷത്താലാണ് അവൻ നമ്മെ വിളിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിരിക്കുക. അതിൻ്റെ അർത്ഥം വി ആർ കോൾഡ് ടു പ്രൊക്ലെയിം ദി ഗോസ്പൽ. സുവിശേഷം അറിഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടു. അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ആത്മീക ജീവിതം. അവിടെ നാം മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ആഗ്രഹം തുടങ്ങേണ്ടത് ആണെന്നുള്ള ബോധ്യമാണ് നമ്മെ ഭരിച്ച് നടത്തേണ്ടത്. ആൻഡ് ഹി ചോസസ് ടു ബെയർ ഫ്രൂട്ട്. അവൻ ഫലം കായ്ക്കുവാൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്കറിയാവുന്ന വേദഭാഗങ്ങളുണ്ട്. അവൻ നമ്മെ കാട്ടൊലിവിൽ നിന്ന് നാട്ടൊലിവോട് ഒട്ടിച്ചേർക്കാൻ തക്കണം ഇടയായി തീർന്നു. അവൻ നമ്മെ കാട്ടുമുന്തിരി വള്ളിയിൽ നിന്ന് നാട്ടുമുന്തിരി വള്ളിയോട് അവൻ ഒട്ടിച്ചേർക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. സോ എന്തിനു വേണ്ടിയാണ്? ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം പറയുമ്പോഴൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും വിശ്വസ്തതയ്ക്ക് വേണ്ടിയും അനുസരണത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഫലം കായ്ക്കുവാൻ വേണ്ടി കൂടെയാണ് ഈ ആത്മീക അനുഗ്രഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം നാം ഓർത്തുകൊള്ളു. ഒറ്റ അനുഗ്രഹത്തിൻ്റെ കാര്യം മാത്രമേ നാം ചിന്തിച്ചിട്ടുള്ളൂ. സോ ഒരു അനുഗ്രഹത്തിനകത്ത് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് നമ്മെ ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ വേഗത്തിൽ പോകട്ടെ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ഹി ചോസസ് ടു സഫർ ഫോർ ഹിം. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ വേണ്ടി അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കല്ലേറൊക്കെ കിട്ടും. അത് എൻഡ്യൂർ ചെയ്യാനുള്ള ദൈവകൃപ അവൻ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സോ ഫെയ്ത്ത്ഫുൾനെസ്, ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ട്. പ്ലസ് ഒബീഡിയൻസ്, ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സഫറിങ് ഫോർ ഹിസ് സേക്ക്. നമുക്കറിയത്തില്ല നാളെ സുവിശേഷം അറിയിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്തും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമുക്ക് ഇന്ത്യയിലേക്ക് അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ, ഉഗാണ്ടയിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി അധികം ക്രിസ്തീയ വിശ്വാസികളെ കുന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയത്തില്ല നാളെ നമ്മളോട് പറയും സുവിശേഷം അറിയിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ കൂടെ, ചർച്ച ഇങ്ങനെ ഗ്യാദർ ചെയ്യാൻ പോലും പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നുകൂടുന്നില്ല. പക്ഷെ അവിടെയും വിശ്വസ്തരായി നിൽക്കുവാൻ തക്കമുള്ള വിളിയാണ് നമ്മുടെ മേലുള്ളതെന്നുള്ള കാര്യം നാം എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഹി ചോസ് us as the bride of Christ. നമ്മെ ചുമ്മാതെ മക്കളാക്കി എന്ന് അതിനേക്കാൾ അപ്പുറമായിട്ട് അവൻ നമ്മെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കുവാൻ തക്കമുള്ള ഇടയായി തീർന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ പൊസിഷൻ എത്രയുണ്ടെന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ ചേർക്കുവാൻ തക്കവണ്ണം അവൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ചേർക്കുവാൻ തക്കണം ഇടയാകുകയില്ല. സോ ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ച സമർപ്പിക്കുക. കർത്താവെ, എന്നെ ഒന്നുകൂടെ ഒന്ന് ക്ലെൻസ് ചെയ്യണം കർത്താവെ. അങ്ങയുടെ രക്തത്താൽ ഒന്നുകൂടെ കഴുകി കർത്താവെ, അങ്ങയുടെ കർത്താവെ ഹിതത്തിനനുസരിച്ച് ഉയരുവാൻ തക്കണം, അങ്ങയുടെ തലയോളം വളരുവാൻ തക്കണം എന്നെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുവാൻ തക്കണം. ആൻഡ് തേർഡ് പോയിന്റ്, അവർ റെസ്പോൺസ് ടു ബീങ് ചോസൺ. നാം എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടത്? നമ്മെ അവൻ തിരഞ്ഞെടുത്തു, നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ റെസ്പോൺസ് എന്താണ്? ഒന്ന്, we must be humble and we must be filled with gratitude. നമുക്കൊരു നന്ദി ഉണ്ടാകണം കർത്താവിനോട്. നമ്മുടെ ഹൃദയത്തിൽ ഒരു താഴ്മയും വിനയവുമൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. അവൻ നമ്മെ കണ്ട് നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നുണ്ടെങ്കിൽ, കർത്താവേ, ഇതിന് എനിക്ക് യോഗ്യതയില്ലായിരുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ അങ്ങയുടെ കൃപയ്ക്ക് പാത്രനാകുവാൻ തക്കോണം എനിക്ക് കൃപയില്ലായിരുന്നു കർത്താവേ. അത് നമ്മളെ ഒന്നുകൂടെ താഴ്മ ധരിക്കുവാൻ തക്കോണം ഇടയാക്കണം. ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറയണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ നമ്മെ ഓർത്തുകൊണ്ടാണ് അവൻ ക്രൂശിന്മേൽ കയറുവാൻ തക്കോണം ഇടയായി. റോമാലേഖനത്തിലെ വാക്യം ഒന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ ഹി കോൾഡ് us, our response is to live in holiness. വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശുദ്ധി എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ സമാധാനം ആചരിക്കുവാൻ കൂടെ തന്നെ അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇടയായി. അവൻ നമ്മൾക്ക് വേണ്ടി സമാധാനമായി തീർന്നു. നാം ദൈവത്തോട് സമാധാനം ആചരിക്കണം. അതോടൊപ്പം തന്നെ നാം സഹവിശ്വാസികളോടും നമ്മുടെ കമ്മ്യൂണിറ്റിയോടും സമാധാനം ആചരിച്ച് മുന്നേറുന്ന അവസ്ഥയും നമ്മുടെ മുമ്പിലുള്ളത് നാം മറന്നു പോകാൻ തക്കണം ഇടയായി തീരരുത്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ അവർ റെസ്പോൺസ് ടു ബീങ് ചോസൺ, we have to show it by enduring in trials. നാം കഷ്ടതയിൽ പ്രശംസിക്കുവാൻ, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളെ പ്രശംസിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കോളാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒറ്റ അനുഗ്രഹത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം എത്ര ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങ് എന്നെ ചൂസ് ചെയ്തു എന്നുള്ള കാര്യം, അങ്ങ് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എത്ര വലുതാണെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ കായികമായിട്ടുള്ള ക്ഷമത കൊണ്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കും. നമുക്കൊരു നിമിഷം സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുവാൻ തക്കോണം ഇവിടെയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആരോഗ്യം കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ചിന്തകൾ കൊണ്ടോ ഒന്നും ഈ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എനിക്ക് പറ്റുകയില്ല കർത്താവേ. കർത്താവേ, ഐ നീഡ് യുവർ ഗ്രേസ്, ഐ നീഡ് യുവർ മേഴ്സി കർത്താവേ, ഐ നീഡ് യുവർ വിസ്ഡം അപ്പാ. കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്താൽ നിറയപ്പെട്ടുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തെ നയിക്കുവാൻ തക്കോണം എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുമാറാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷാദനങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഉലക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ മലിനതയിൽ നിറഞ്ഞ ലോകത്തിൽ നിന്നും കർത്താവേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് നന്ദി കർത്താവേ. അങ്ങയ്ക്ക് വേണ്ടി വിശുദ്ധിയോടും വിശ്വസ്തരായും അന്ത്യത്തോളം നിൽക്കുവാൻ തക്കവണ്ണം അടിയനെ തന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകട്ടെ.